സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ STPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു. താടിക്ക് തട്ടിയവരെ പേടിച്ച് അറവുകാരൻ്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക. കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ലോകത്ത് ഏറ്റവും പാരമ്പര്യമുള്ള 2000 വർഷത്തോളം പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭയാണ് കേരളത്തിലുള്ളത്. ലോകമെമ്പാടുമുള്ള മിഷണറിമാരെ സംഭാവന ചെയ്യുന്നതിലും ലോകമെമ്പാടും ക്രൈസ്തവ സഭയെ കെട്ടിപ്പടുക്കുന്നതിലും വലിയ സംഭാവന നൽകിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. എന്നാൽ ഇന്ന് ക്രൈസ്തവ സഭ ലോകരാജ്യങ്ങളിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം. ആ പൊളിറ്റിക്കൽ ഇസ്ലാം ഛത്തീസ്ഗഡിലെ ഈ വിഷയത്തിലും സഭാ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമിടയിൽ നുഴഞ്ഞു കയറുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് എടുത്തു പറയട്ടെ, സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയോ അല്ലാതെയോ ഞാൻ അന്വേഷിച്ച ഒരു സ്ഥലങ്ങളിലും സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എടുത്തു പറയുന്നു, കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം ഇത്രയും സ്ഥലങ്ങളിൽ STPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ക്രൈസ്തവ സഭ നടത്തിയ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ അതീവ ജാഗ്രത പൊതുസമൂഹം കാട്ടേണ്ടതായിട്ടുണ്ട്. അത് ഇനി പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ലോകരാജ്യങ്ങളിലെമ്പാടും കേരളത്തിലും ക്രൈസ്തവ സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള STPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലെയുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം രാജ്യവിരുദ്ധ സംഘടനകൾ ഇത്തരം സമരങ്ങൾക്ക് പുറകിൽ വന്നിട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. അത് അത്തരം രാജ്യവിരുദ്ധ ശക്തികളുടെ ഇത്തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ ഗൗരവത്തോടു കൂടി പൊതുസമൂഹം കാണേണ്ടതായിരിക്കുന്നു. താടിക്ക് തട്ടിയവരെ പേടിച്ച് അറവുകാരൻ്റെ കൂട്ടിൽ കൊണ്ടേ കുഞ്ഞാടിനെ കെട്ടുന്ന അവസ്ഥയാവും ഇത്തരം ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഉപകാരമുണ്ടാകുക. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ആവശ്യമാണ്. എന്താണ് BJPയുടെ ഛത്തീസ്ഗഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലപാട്? ഈ നിമിഷം വരെയും നിർബന്ധിത മതപരിവർത്തനത്തെ BJP ന്യായീകരിച്ചിട്ടില്ല. എടുത്തു പറയണം. മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഏത് പൗരൻ്റെയും അവകാശമാണ്. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് എന്താണ് ക്രൈസ്തവ സഭയുടെ നിലപാട്? 1964 രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ ക്രൈസ്തവ സഭ നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചിട്ടുണ്ട്. ആ സഭാ അംഗങ്ങളായ 2 കന്യാസ്ത്രീമാരാണ് ഈ വിഷയത്തിൽ അവിടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചില്ല. ആ കേസിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നതിനപ്പുറത്തേക്ക് മനുഷ്യത്വപരമായ സമീപനമാണ് BJP ആ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്. നിർബന്ധിത മതപരിവർത്തനത്തെ സഭ തന്നെ എതിർക്കുന്ന സമയത്ത് അതിൽ BJPക്ക് മറ്റൊരു നിലപാടില്ല. ഇവിടെ
നമുക്കറിയാം, ഒരു 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉണ്ടായിരുന്നെങ്കിൽ 1789 കൊടുങ്ങല്ലൂരിൽ നിന്നും ടിപ്പു തോറ്റ് തിരിച്ചു പോകുന്നത്. ആ ടിപ്പു സുൽത്താൻ തോറ്റ് തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ കേരളം കൊടുങ്ങല്ലൂർ വരെ എങ്ങനെയാണോ അങ്ങനെ ആകുമായിരുന്നു. അവിടെ നടന്നത് നിർബന്ധിത മതപരിവർത്തനമായിരുന്നു. അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, എങ്കിൽ പോലും ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളൂ. കേരളത്തിൽ നടന്ന പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ വലിയ രീതിയിൽ സംസാരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഈ സംഭവം നടന്ന അതേ ദിവസങ്ങളിൽ കോങ്കോയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തിയ സ്ഫോടനത്തിൽ 40 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഇവിടെ ആരും പ്രതിഷേധിച്ച് കണ്ടില്ല, ആർക്കും ഇവിടെ സങ്കടമില്ല, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നതും കേട്ടില്ല. എന്നാൽ ഇവിടെ നമ്മളെല്ലാം മനുഷ്യരാണ്. ഇവിടെ ഹമാസിനെ കുറിച്ചും പാലസ്തീനെ കുറിച്ചും ഘോരഘോരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ VD സതീശനോ പിണറായി വിജയനോ ആ കോങ്കോയിൽ നടന്ന പീഡനങ്ങളെ സംബന്ധിച്ചും ഈ മരണത്തെ സംബന്ധിച്ചും നൈജീരിയയിൽ നടക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും എവിടെയും സംസാരിച്ച് കേട്ടിട്ടില്ല. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട മലയാളി നേഴ്സ് സൗമ്യയുടെ വീട് ഈ നിമിഷം വരെ ഈ പറയുന്ന ആരും സന്ദർശിച്ചിട്ടില്ല. അപ്പോൾ ഇവർ നടത്തുന്ന ഈ ആട്ടിൻതോലിട്ട ചെന്നായുടെ തനിനിറം BJPക്ക് തുറന്നു പറയാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കഴുകനെ പോലെ, തിരുവസ്ത്രം കൊത്തിപ്പറിക്കാൻ നിൽക്കുന്ന കഴുകനെ പോലെയാണ് കോൺഗ്രസും CPM-ഉം ഛത്തീസ്ഗഡിൽ പെരുമാറിയത്. നിങ്ങളോട് ചോദിക്കട്ടെ, സ്വാഭാവികമായും ഒരു FIR ഉണ്ടാകുന്നു. ആ FIR ഇട്ടത് അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്, റെയിൽവേ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ FIR അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഇത് മനഃപൂർവമായ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കണം, അല്ലേ? അങ്ങനെ തെളിയിക്കാനായി ആ ഛത്തീസ്ഗഡ് സർക്കാർ ഇറങ്ങിയിരുന്നെങ്കിൽ ആ കന്യാസ്ത്രീമാരുടെ അവസ്ഥ ഇന്ന് എന്താകുമായിരുന്നു? നിങ്ങൾ ചിന്തിക്കണം. ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങളും ഇവർ ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ നടത്തിയ ആരോപണങ്ങളും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ സർക്കാർ ആ 2 കന്യാസ്ത്രീമാരുടെ പേരിൽ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് അവർക്കിന്ന് പുറത്തു പോകാൻ കഴിഞ്ഞത്. അല്ല എങ്കിൽ അവിടെ വന്നിട്ടുള്ള അവരാരും അറിഞ്ഞ ഒരു FIR അല്ല, പ്രാദേശികമായി വന്നൊരു കാര്യമാണ്. പക്ഷേ സർക്കാരിനെതിരെ വളരെ മോശമായ അക്രമങ്ങൾ അവിടെ നടത്തി. സർക്കാരിനെതിരെ ആ മോശമായ അക്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ വന്ന് നിന്ന ഇവിടെ നിന്ന് മുഴുവൻ ജനപ്രതിനിധികൾ അവിടെ നിന്ന് അന്ന് രാവിലെയും ജാമ്യം കിട്ടുന്ന അന്ന് രാവിലെയും ഛത്തീസ്ഗഡ് സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. എന്തു ചെയ്യണമായിരുന്നു സർക്കാർ? നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് BJPയുടെ നിഷ്പക്ഷ നിലപാടാണ്. 55 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ്. അവർക്ക് കേരള BJP പറയുന്നത് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ ഈ രാജ്യം ഭരിക്കുന്ന BJP സർക്കാരിന് നീതി നടപ്പിലാക്കണം, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഉറച്ച നിലപാട് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായത്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഇത് ഇനി ആവർത്തിക്കപ്പെടില്ലേ? ഒരു ചോദ്യമാണ്. ഇന്ന് അവസാനിച്ചു, ഇനി ആവർത്തിക്കപ്പെടില്ലേ? ഇത് ആവർത്തിക്കപ്പെടാം. 150 കോടി ജനമുള്ള ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ മാത്രമല്ല ഏത് രാജ്യത്തും ഇത് സംഭവിക്കാം. പക്ഷെ ഒരു കാര്യം തീർത്ത് പറയുന്നു, ഈ കഴിഞ്ഞ 1 വർഷത്തിനിടെ നിങ്ങൾ അറിഞ്ഞൊരു വിഷയം ഇതാണെന്നുള്ളൂ. നിങ്ങൾ അറിയാത്ത വിഷയങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സമീപിച്ച 7 വിഷയങ്ങളിൽ ഒന്നാണിത്. ആ 7 വിഷയങ്ങൾ 6 നമ്മൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ, ന്യായമായ പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. കാരണം അതിൽ ഇൻവോൾവ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ഇടപെട്ടിട്ടെന്ന് മാത്രമല്ല അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനു ശേഷം മാത്രമാണ് ഈ വിഷയം സംസ്ഥാന BJPയുടെ പരിഗണനയിലേക്കും ഒരു പരാതി എന്ന നിലയിൽ നമുക്ക് CBCയുടെ പരാതി എന്ന നിലയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞത് അപ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ അവരുടെ MP-മാരൊക്കെ വന്നു നിന്ന് പറയുന്ന ആ മതേതരത്വവും പ്രത്യേകിച്ച് ക്രൈസ്തവ സ്നേഹമൊക്കെ കാണുമ്പോൾ
ഞങ്ങൾക്ക് വല്ലാണ്ട് രോമാഞ്ചം ഉണ്ടാകും.